അധ്യാപകരെ സ്വദേശികളെന്നും വിദേശികളെന്നും തരംതിരിക്കുകയും ഒരു വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നടപടി വിവേചനപരമാണെന്നാണ് ഒരു വിഭാഗം അധ്യാപകരുടെ പരാതി. ആനുകൂല്യം വെട്ടിക്കുറച്ച സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അധ്യാപകർ സമർപ്പിച്ച പരാതികളിൽ അനുകൂല വിധിയുണ്ടായിട്ടും വിദ്യാഭ്യാസ മന്ത്രാലയവും മറ്റു സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതായും അധ്യാപകർ ആരോപിക്കുന്നു. വിദേശ അധ്യാപകരുടെ താമസ അലവൻസ് വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് വിദേശി അധ്യാപകരുടെ പക്ഷം. ഈ സാഹചര്യത്തിലാണ് വിഷയം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിലെത്തിക്കാൻ അധ്യാപകർ നീക്കം തുടങ്ങിയത്. ചെലവ് കുറക്കൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിലാണ് വിദേശ അധ്യാപകരുടെ താമസ അലവൻസ് 150 ദിനാറിൽ നിന്ന് 60 ദിനാറായി വെട്ടിക്കുറക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ ഉത്തരവിട്ടത്. അധ്യാപകരെ സാരമായി ബാധിക്കാത്ത തരത്തിൽ അലവൻസ് പുനഃപരിശോധിക്കുന്ന കാര്യത്തിൽ കമ്മീഷനുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ ഫാരിസ് ഈയിടെ പ്രസ്താവിച്ചിരുന്നു. പ്രശ്നത്തെ മാനുഷിക പരിഗണനയോടെയാണ് മന്ത്രാലയം എടുത്തിരിക്കുന്നതെന്നും സ്വദേശി വിദേശി എന്ന വ്യത്യാസം കൽപ്പിക്കാതെ ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന നയമായിരിക്കും സർക്കാരിൻ്റെതെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.